ഇവർ ഇത്രയും നേരമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നില്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ആൾ വീടിന് ചുറ്റും നോക്കി. അതിനുശേഷം നൈബേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി ഒന്ന് ജസ്റ്റ് ചോദിക്കുകയാണ്, അവരെന്താ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നില്ലേ എന്നുള്ളത്. അപ്പോൾ നൈബേഴ്സ് പറഞ്ഞു, ഇല്ല നമ്മളവരെ കണ്ടില്ലല്ലോ, മേ ബി അവിടെ എന്തെങ്കിലും തിരക്കുണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ നേരം വൈകിയത്. അപ്പോൾ ആളും വിചാരിച്ചു ഓക്കെ അവിടെ എന്തെങ്കിലും തിരക്കുണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും വൈകുന്നത്, എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെങ്കിലും വന്നോളൂ എന്ന് വിചാരിച്ചു. ആളങ്ങനെ ഡോറൊക്കെ ഓപ്പൺ ചെയ്തു, അകത്ത് കയറി, പിന്നെ ഒരു ചായ ഒക്കെ ഇട്ട് കുടിച്ചു. അതിനുശേഷം ഇവരെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സമയം അങ്ങനെ 6 മണിയായി, പിന്നെ 7 മണിയായി, 8 മണിയായി. അപ്പോഴൊന്നും തന്നെ ആളുടെ ഭാര്യയും കുഞ്ഞും തിരിച്ചു വന്നില്ല. ഇത്രത്തോളൊക്കെ ആയപ്പോൾ ആള് പാനിക് ആവാണ്. ആള് പുറത്തിറങ്ങിയതേപോലെ തന്നെ ബാക്കി നൈബേഴ്സിൻ്റെ അടുത്തും മറ്റൊക്കെ കാര്യം പറയാണ്. അപ്പോഴത്തേന് ആളുകളൊക്കെ ഇങ്ങനെ കൂടുകയാണ്. അവർ ഈ ഒരു സുഗന്ധിയെയും കുഞ്ഞിനെയും ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ ആളുകളൊക്കെ ഇവരെ അന്വേഷിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഹസ്ബൻഡ്, ആ 14 വയസ്സുള്ള പയ്യനുണ്ട്, രാജു എന്നാണ് ആ പയ്യൻ്റെ പേര്. ആ പയ്യനായിരുന്നു ഇവർക്ക് കൂട്ടുപോയിട്ടുണ്ടായത്. അപ്പോൾ ആ പയ്യനെ കാണുന്നത്, ആ പയ്യനെ അടുത്തോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിന്റെ കൂടെ അല്ല അവർ പോയത്, അപ്പോൾ അവരെവിടെയെന്ന് ചോദിച്ചു.